ഹലോ എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവാണ്, എനിക്ക് കോൺഫിഡൻസ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള റിക്വസ്റ്റ് നിരവധി ഡെയിലി വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കോൺഫിഡൻ്റ് ആകാൻ സാധിക്കുക? അതിനുവേണ്ടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹാക്സ് ആണ് ഷെയർ ചെയ്ത് നോക്കാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എപ്പോഴാണ് കോൺഫിഡൻസ് കുറയുന്നത്? ഈ കോൺഫിഡൻസ് കുറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു റീസൺ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ തന്നെ ചില ചിന്തകളായിരിക്കാം, അതായത് ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജഡ്ജ്മെന്റുകളൊക്കെ നമ്മൾ നേരിടുകയോ ചെയ്യുമ്പോഴായിരിക്കാം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതായത് ചില മെമ്മറീസോ അല്ലെങ്കിൽ ചില ഒക്കേഷൻസിൽ വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു റീസൺ ആയിരിക്കാം നമുക്ക് കോൺഫിഡൻസ് കുറവാണ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാ ആളുകളുടെ ലൈഫിലും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നടന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയായി എക്കാലവും നിലനിൽക്കും അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. കുറച്ചുകൂടി പോസിറ്റീവായ രീതിയിൽ നമ്മളെ തന്നെ പ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള തോട്ടുകൾ ഉണ്ടെങ്കിൽ അതിനൊരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് കോൺഫിഡൻ്റ് ആകാൻ സാധിക്കും എന്ന രീതിയിലെങ്കിലും നമ്മൾ ചിന്തിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇത് ആർക്കാണോ പ്രോബ്ലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം നേരിടുന്നത് ഏത് വ്യക്തിയാണോ അവർ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. കാരണം മറ്റൊരു വ്യക്തി നിങ്ങളോട് നീ ഇങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ നീ കോൺഫിഡൻ്റ് ആണ് എന്നൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഒരു വ്യക്തിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ആ വ്യക്തി തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം. അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ഇല്ല എന്നൊരു തോന്നൽ ആർക്കാണോ ഉള്ളത്, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയി മാറാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങുക. അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ ചിന്താഗതിയെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബിലീഫ് നമ്മളിൽ തന്നെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മളത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ രീതിയിലായിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആണെങ്കിൽ പോലും അത് മോണിറ്റർ ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കും കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാനും ആ ഒരു തോട്ടിന്, അതായത് എനിക്ക് കോൺഫിഡൻ്റ് ആകാൻ സാധിക്കും അല്ലെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളൊരു തോട്ടിനെ നമുക്കൊന്നുകൂടി ഫേം ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആണെങ്കിൽ പോലും അത് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക, അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തിലാണോ കോൺഫിഡൻസ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുന്നത് അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ നമുക്കൊരു കാര്യത്തിലും പ്രോ ആയി മാറാനോ അല്ലെങ്കിൽ ബെസ്റ്റ് ആയി മാറാനോ ഒന്നും സാധിക്കില്ല. ഏതൊരു കാര്യത്തിലും നമുക്ക് സ്കിൽഡ് ആവണം അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകണം എന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തേ മതിയാകൂ. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രാക്ടീസ്, ആക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. നെക്സ്റ്റ്, ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക. ഓൾറെഡി നമ്മൾ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്, എല്ലാ കാര്യത്തിലും ഫുൾഫിൽ ആണെങ്കിൽ പിന്നെ അതിനു വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകൾ, നമ്മുടെ ലൈഫിൽ മിസ്റ്റേക്ക്, ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ആക്ഷൻ എടുക്കുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ സംഭവിക്കാം. അത് അലോ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ മിസ്റ്റേക്ക് സംഭവിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്താം അല്ലെങ്കിൽ കളിയാക്കാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടാം. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മളിപ്പോൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പെർഫെക്റ്റ് ആകണം അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആകണം അല്ലെങ്കിൽ പഠിച്ചെടുക്കണം, നേടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതേ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സോ ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യണം എന്ന് തോന്നുന്ന ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഉണ്ടായിരിക്കും.
സോ അതിന്റെ വഴികളിൽ ആ ഒരു കാര്യം നേടിയെടുക്കുന്ന വഴിയിൽ തീർച്ചയായും മിസ്റ്റേക്കുകൾ സംഭവിക്കാതിരിക്കാം. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് വീണ്ടും സംഭവിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിന് വീണ്ടും കെയർ ചെയ്യുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് ഒരിക്കലും സംഭവിക്കില്ല, ആർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വ്യക്തി ഇതിനെക്കുറിച്ച് നിങ്ങളെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഗിൽട്ട് അല്ലെങ്കിൽ വളരെ ഡെസ്പായിരിക്കാതെ, ഒരു പ്രോസസ്സാണ്. സ്വാഭാവികമായിട്ടും വിജയം പരാജയം ഇതൊക്കെ എല്ലാ ആളുകളുടെ ലൈഫിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഗ്രോത്തിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായും ഇത് നമ്മൾ നേരിട്ടേ മതിയാകൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യം തുടർന്നുകൊണ്ടേയിരിക്കുക. നെക്സ്റ്റ്, കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ കോൺഫിഡൻസ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, കോൺഫിഡന്റ് ആയി മാറുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയാം എന്നൊക്കെ വെറുതെ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. തീർച്ചയായും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സമയം നമുക്ക് എന്ത് കാര്യം അതിനു വേണ്ടി ചെയ്യാം എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ വിചാരിക്കണം. അതുപോലെ തന്നെ അതിനു വേണ്ടി ആക്ഷൻ എടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ്ങുകളിൽ മാത്രം ഒതുങ്ങാതെ ആ പ്ലാനിങ്ങുകൾ നടപ്പിലാക്കാൻ കൂടി ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഫൈനലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കോൺഫിഡൻ്റ് ആയി മാറാം, അങ്ങനെയുള്ള ഫാന്റസികളിലൊന്നും ഉൾപ്പെടാതിരിക്കുക. നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ കോൺഫിഡൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സമയം ഇന്ന് അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുക. സോ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കാൻ ശ്രമിക്കുക. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ വളരെ എഫക്റ്റീവായിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് പ്രാക്ടിക്കലായി ഒന്ന് കോൺഷ്യസ് ആയി നമ്മുടെ ലൈഫിൽ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും നമുക്ക് കോൺഫിഡൻ്റ് ആയി മാറാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. സോ തീർച്ചയായും നിങ്ങൾക്കും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്